There are a lot of adjustments in final account. In this video, I will explain some of the adjustments such as provision for discount on debtors, provision for discount on creditors, interest on capital, interest on drawings, under and over valuation of stock. These adjustments are explained in this video. So first one is provision for discount on debtors. Usually business allows cash discounts to those debtors from whom payment is received promptly. അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുന്ന അഥവാ അധികം മുടക്കം വരാതെ ഉടനെ തന്നെ പേയ്മെന്റ് കറക്റ്റായിട്ട് പേയ്മെന്റ് നടത്തുന്ന ഡെപ്റ്റേഴ്സിന് ബിസിനസ് അവരെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും അവർ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഓൺ ഗുഡ് ഡെപ്റ്റേഴ്സ് ടു പ്രൊവൈഡ് ഫോർ ഡിസ്കൗണ്ട് ടു ബി അലൗഡ്. അപ്പൊ അവര് സ്ഥിരമായിട്ട് നമ്മുടെ ഡെപ്റ്റേഴ്സ് ആണ്, അവർ പ്രോംപ്റ്റ് പേയ്മെന്റ് തരുന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഡിസ്കൗണ്ടിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിടണം. ഇവിടെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഡിഡക്ട് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഡിസ്കൗണ്ടിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്ടിങ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഗുഡ് ഡെപ്റ്റിനാണ്, ഗുഡ് ഡെപ്റ്റേഴ്സിനാണ് അല്ലെങ്കിൽ ഗുഡ് ഡെപ്റ്റിന് മാത്രമേ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ സൺട്രി ഡെപ്റ്റേഴ്സ് ആയിരിക്കണം. നമുക്ക് ബാഡ് ഡെപ്റ്റ് ഉണ്ടായി, അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഫർദർ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആണ് എന്നുള്ള നിലക്ക് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ട് ചെയ്യണം. അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് ട്രയൽ ബാലൻസിന് പുറത്തു വന്നിരിക്കുന്ന ബാഡ് ഡെപ്റ്റും നമ്മളോട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാവൂ. അപ്പൊ ഡെപ്റ്റേഴ്സിന്റെ എത്ര പെർസെന്റേജ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ട്രയൽ ബാലൻസിന് പുറത്ത് ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഡെപ്റ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. അതിന് ശേഷമുള്ള എമൗണ്ടിന്മേലാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. If the payment is made within the scheduled period, the firm may have the chance to receive discount. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് തരുന്ന ഡെപ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ, അതായത് ഈ ബിസിനസ് പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്തുന്നുവെങ്കിൽ, പാർട്ടീസിന് കറക്റ്റ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാൻ വർത്തിയാണ്. ആ ബിസിനസ്സിനും ഡിസ്കൗണ്ട്, കാരണം പ്രോംപ്റ്റ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാനുള്ള അർഹതയുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ആന്റിസിപ്പേറ്റഡ് ഇൻകം ആൻഡ് റിസർവ് വിൽ ബി മെയ്ഡ് ഫോർ സച്ച് ഡിസ്കൗണ്ട്. ഇതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് ഇൻകം ആണ്. അപ്പൊ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിടാം, എന്തായാലും അത് കിട്ടും നമുക്ക്. അപ്പൊ അതുകൊണ്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിടാം. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞത് ആന്റിസിപ്പേറ്റഡ് ഇൻകം ആണ്, അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിഡക്ട് ഫ്രം ക്രെഡിറ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ടിന്റെ അത്ര എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിൽ കുറവ് വരും. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. The cost of using capital invested by the proprietor is called interest on capital. അപ്പോൾ പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് ഇഫ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റഡ് ഇൻ അതർ റിസോഴ്സസ് ഓർ അതർ സോഴ്സസ് ഹി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്. ഇപ്പോൾ ആ ക്യാപിറ്റൽ അത്ര എമൗണ്ട് കൊണ്ടുപോയിട്ട് ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടുന്നതെങ്കിൽ ഹി വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് അയാൾ എത്ര എമൗണ്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പഠിച്ചു ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അപ്പൊ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അയാൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസുകളും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ
ഇയാളുടെ ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യും. അയാളുടെ ക്യാപിറ്റലിന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അപ്പൊ ക്യാപിറ്റലിന് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ആഡ് ടു ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓഫൺ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പ്രൊപ്രൈറ്റർ. നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ നിന്ന് ഓണർക്ക് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർക്ക് വിഡ്രോ ചെയ്യാം. ഗുഡ്സ് ആവാം അല്ലെങ്കിൽ ക്യാഷ് ആവാം. അപ്പൊ പ്രൊപ്രൈറ്ററുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബിസിനസ്സിന് പ്രൊപ്രൈറ്റർ പിൻവലിക്കുന്ന അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ നടത്തുന്ന ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഗെയിൻ ടു ദ ബിസിനസ്. ബിസിനസ്സിന് അതൊരു ഇൻകം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതായത് പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്നും ഇൻട്രസ്റ്റ് വാങ്ങി. അതായത് പ്രൊപ്രൈറ്റർക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടി. എന്നതുപോലെ ബിസിനസ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ബിസിനസ്സിൽ നിന്നും പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്യുന്നത് എത്ര എമൗണ്ട് ഉണ്ടോ അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ബിസിനസ്സിനുണ്ട്. സോ ഇറ്റ് ഈസ് എ ഗെയിൻ ടു ദ ബിസിനസ്. അപ്പൊ ബിസിനസ്സിന് അതൊരു ഗെയിൻ ആണ്. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഡിഡക്ട് ഫ്രം ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ആ ഡ്രോയിങ്സ് പോലെ തന്നെ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ അത്രേ കണ്ട എമൗണ്ട് വീണ്ടും ഡിഡക്ട് ചെയ്യണം. നെക്സ്റ്റ് ഈസ് അണ്ടർകാസ്റ്റിംഗ് ആൻഡ് ഓവർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് അണ്ടർകാസ്റ്റിംഗ് ആൻഡ് ഓവർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. What do you mean by undercasting and overcasting? Recording of stock at a value less than the actual value is known as undercasting. അപ്പോൾ ഇത് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ അപ്പോൾ if the stock is valued less than its actual value, അതിന്റെ ആക്ച്വൽ വാല്യൂവിനേക്കാൾ കുറവായിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ undercasting എന്ന് പറയുന്നു. If it is valued at a value more than the actual value, which is called overcasting of stock. അപ്പോൾ ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഓവർകാസ്റ്റിംഗ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നു. അപ്പോൾ അണ്ടർകാസ്റ്റിംഗ് ആൻഡ് ഓവർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ ഒരു വിഷയം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതുമായി സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോക്ക് അതിന്റെ ആക്ച്വൽ വിലയേക്കാൾ കുറവിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൽ എങ്കിൽ അതിനെ അണ്ടർകാസ്റ്റിംഗ് എന്ന് പറയുന്നു. അതിനേക്കാൾ കൂടിയ വിലയിലാണ്, ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടിയ വിലയിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഓവർകാസ്റ്റിംഗ് എന്ന് പറയുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അണ്ടർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ്, വില കുറച്ചാണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂവിനേക്കാൾ കുറവിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആഡ് ചെയ്യുക. ആൻഡ് ടു ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെയും ആ എമൗണ്ട് എത്ര എമൗണ്ട് ആണോ അണ്ടർ വാല്യൂ ചെയ്തിരിക്കുന്നത് അത്രയും എമൗണ്ട് ആഡ് ചെയ്യുക. ഫുൾ സ്റ്റോക്കിന്റെ വാല്യൂ അല്ല, എത്ര എമൗണ്ട് ആണോ അണ്ടർ വാല്യൂ ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ട് കുറവാണോ കാണിച്ചിരിക്കുന്നത് അത്ര എമൗണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെയും ആഡ് ചെയ്യുക, ക്യാപിറ്റലിന്റെ കൂടെയും ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഓവർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓവർകാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടിയ വിലയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും എത്ര വിലയാണോ കൂടുതൽ കാണിച്ചിരിക്കുന്നത് അത്രയും വില കുറക്കണം, ക്യാപിറ്റലിൽ നിന്നും അത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. ഇനി അത് ക്ലോസിംഗ് സ്റ്റോക്കിനാണെങ്കിലോ ഈ അണ്ടർകാസ്റ്റിംഗും ഓവർകാസ്റ്റിംഗും ക്ലോസിംഗ് സ്റ്റോക്കിനും ആവാം. അപ്പൊ അണ്ടർകാസ്റ്റിംഗ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക്. അത്രയേ ഉള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ അണ്ടർകാസ്റ്റിംഗ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഓവർകാസ്റ്റിംഗ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ദിസ് ഇസ് എ ട്രയൽ ബാലൻസ് ഓഫ് വാണി ആസ് ഓൺ 30th June 2014. പർട്ടിക്കുലേഴ്സിലെ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ക്യാഷ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഇത് ട്രയൽ ബാലൻസിലെ പ്രൊവിഷൻ ആണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സ്റ്റോക്ക്, ഡെലിവറി വാൻ, ബാങ്ക്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബാഡ് ഡെപ്റ്റ്സ്, പർച്ചേസസ് ആൻഡ് സെയിൽസ്, റിട്ടേൺസ്, ക്യാരേജ്, ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്, അഡ്വർടൈസിംഗ്, ഡിസ്കൗണ്ട്, ബിൽസ് റിസീവബിൾ ആൻഡ് പേയബിൾ, റെന്റ് ഫ്രം സബ്ലെറ്റിംഗ്. ഇത് ഇൻകം ആണ് കേട്ടോ. റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ
നമ്മൾ റെന്റിന് എടുത്ത ബിൽഡിംഗ് നമ്മൾ വീണ്ടും വേറൊരു പാർട്ടിക്ക് റെന്റിന് കൊടുക്കുന്നു. അപ്പൊ അതിൽ നിന്നും നമുക്ക് റെന്റ് കിട്ടും. അതിനാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. വീണ്ടും റെന്റിന് കൊടുക്കുന്നു. അപ്പൊ അത് ഇൻകം ആണ്. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ വന്നത്. അപ്പോൾ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ 10%. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. സ്റ്റോക്ക് ഏതാ 9000. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ 10%, അഥവാ അണ്ടർ വാല്യൂഡ് ബൈ 10%. 10% അണ്ടർ വാല്യൂഡ് ആണ്, വില കുറച്ച് കാണിച്ചിരിക്കുകയാണ്. Then closing stock is valued at 8,750. Closing stock നമുക്ക് എപ്പോഴും ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തരാറ്. Provide 5% of debtors for bad debts and 2% of debtors and creditors for discount. അപ്പോൾ ബാഡ് ഡെപ്റ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് ഡെപ്റ്റേഴ്സിന്റെ 5%. ദെൻ ഡിസ്കൗണ്ടിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് 2%. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സും 2% ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഫോർ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഡിസ്കൗണ്ടിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് പ്രൊവൈഡ് 5% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ് ആൻഡ് 2% ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഫോർ ഡിസ്കൗണ്ട്. അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. Then provide interest on capital at 10% and charge interest on drawing at 5%. Then depreciate delivery van by 20%. Depreciation is already explained in previous video. Depreciation is a decrease in the value of asset, maybe due to passage of time, obsolescence, wear and tear, etc. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസെറ്റിന്റെ വാല്യൂവിൽ വരുന്ന ഡിക്രീസ് ആണ്. അപ്പം നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണോ ഡിപ്രിസിയേഷൻ വരുന്നത് അത്രയും എമൗണ്ട് ബിസിനസ്സിന് ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് ഫിക്സഡ് അസറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ആദ്യം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒരു വർക്കിംഗ് നോട്ട് ആയിട്ട് നമുക്ക് നോക്കാം. കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ കാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്കൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ് ബൈ 10%. എന്നിട്ട് ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ തന്നിരിക്കുന്നു 9000. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അണ്ടർ കാസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് 9000 നമുക്ക് തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് 10% അണ്ടർ വാല്യൂഡ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് 10% അണ്ടർ വാല്യൂഡ് ആണ് ഈ തന്നിരിക്കുന്ന 9000. അപ്പൊ 9000 എന്ന് പറയുന്നത് 10% അണ്ടർ വാല്യൂഡ് ആണ്. സോറി ഇവിടെ 9000 ആണ് കേട്ടോ. സോ 9000 സോറി ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ 9000 ഈസ് ഈക്വൽ ടു 90% ഓഫ് സ്റ്റോക്ക് അല്ലേ? 10% അല്ലേ കുറവ്? അപ്പൊ 90% ആണ്. 9000 കേട്ടോ, ഇത് 9000 ആണ്. അപ്പൊ 9000 ഈസ് ഈക്വൽ ടു, ഈ 9000 ആണ് ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ 9000 ഈസ് ഈക്വൽ ടു 90% ഓഫ് സ്റ്റോക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 9000 എന്ന് പറയുന്നത് 10% അണ്ടർ വാല്യൂഡ് ആണ്. 10% അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ 100%ൽ നിന്നും 10% കുറയുമ്പോൾ 90% ആണ്. ആ 90% ആണ് 9000. സ്റ്റോക്കിന്റെ 90% ഉള്ളൂ. 10%ന്റെ വില കുറച്ചിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റോക്കിന്റെ വില തന്നിരിക്കുന്നത് 10% കുറവിലാണ് എന്ന് പറഞ്ഞാൽ 90% വിലയെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 9000 എന്ന് പറയുന്നത് 90% ഓഫ് സ്റ്റോക്ക് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനെ എക്സ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. സോ എക്സ് ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്കിൽ എക്സ് ഇൻറ്റു എക്സിന്റെ 90% ആണ്. അതായത് എക്സ് ഇൻറ്റു 90/100 ആണ് 9000. എക്സിന്റെ 90% ആണ്, അഥവാ എക്സ് ഇൻറ്റു 90/100 ആണ് 9000. അപ്പൊ നമുക്ക് ഈക്വേഷനിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ടാണ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. എക്സ് ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു 9000 ഇൻറ്റു 100. ഈക്വൽസിന്റെ ഇപ്പുറത്ത് ഡിവിഷൻ ആണെങ്കിൽ അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ എക്സ് ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു 9000 ഇൻറ്റു 100. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ 9000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 9 lakhs ആയി. 9 lakhs ഡിവൈഡഡ് ബൈ 90. ഈ 90 ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ വി വിൽ ഗെറ്റ് 10,000.
9 lakh divided by 90, that is equal to 10,000. ഇത് നമുക്ക് കിട്ടിയത് എക്സ് ആണ്. നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിനെയാണ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. എക്സ് നമുക്ക് കിട്ടി 10,000. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 10,000. അപ്പൊ അണ്ടർ വാല്യൂ ചെയ്ത എമൗണ്ട് എത്രയാണ്? 10,000 മൈനസ് 9,000. നമുക്ക് സ്റ്റോക്കിന്റെ വാല്യൂ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 9,000. ഒറിജിനൽ വാല്യൂ 10,000 ആണ്. അണ്ടർ വാല്യൂഡ് എമൗണ്ട് 9,000 ആണ്. അപ്പൊ എത്ര എമൗണ്ട് അണ്ടർ വാല്യൂ ചെയ്തു? 1,000. അപ്പൊ ഈ 1,000 ആണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആഡ് ചെയ്യുക, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യേണ്ടുന്നത്. ദെൻ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇവിടെ ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് നോക്കാം. ബാഡ് ഡെപ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയാൻ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് 20,000ഉം ക്രെഡിറ്റേഴ്സ് 10,500. ഇനി വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ഉണ്ട്, 600 ബാഡ് ഡെപ്റ്റ്. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 700. ഇത്രയാണ് ഈ സൈഡിലുള്ളത്. ഡെപ്റ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് 600 ഉണ്ട്. ഈ പ്രൊവിഷൻ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്ത എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ നോക്കാം. പ്രൊവൈഡ് 5% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ്. ഡെപ്റ്റേഴ്സിന്റെ 5% ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് 2% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ഡിസ്കൗണ്ട്. ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും 2% ഡിസ്കൗണ്ടിനും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 600 ആണ്. ദെൻ ഇവിടെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പുതിയ പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. അത് ഡെപ്റ്റേഴ്സിന്റെ 5% ആണ് പറഞ്ഞത്. അതായത് ഡെപ്റ്റേഴ്സ് 20,000 ആണ്, അതിന്റെ 5% എന്ന് പറയുമ്പോൾ 1,000. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ടോട്ടൽ 1,600. ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. ട്രയൽ ബാലൻസിലെ ഇവിടെ ക്രെഡിറ്റ് സൈഡിലുള്ള പ്രൊവിഷൻ, അതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. നേരത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന പ്രൊവിഷൻ ആണിത്. ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ 700. ഇപ്പൊ നമുക്ക് കിട്ടും 900 rupees. ഈ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട് 900. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും 2% ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ്സ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത്. പ്രൊവിഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്ടിങ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഡെപ്റ്റേഴ്സ് 20,000 ആണ്. ഇവിടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ഇല്ല, പക്ഷെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1,000. സോ ആ 20,000ൽ നിന്നും 1,000 മൈനസ് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഡിഡക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 1,000. ബാക്കിയുള്ള എമൗണ്ട് 19,000. ഈ 19,000ന്റെ 2% ആണ് നമ്മളോട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 380. 19,000ന്റെ 2%, അതായത് 380 rupees. ഇതാണ് പ്രധാനമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ആദ്യത്തെ ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ലെസ് റിട്ടേൺസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മളിപ്പോ കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോക്കിന്റെ വാല്യൂ 9,000 ആണ്, പക്ഷേ 1,000 അണ്ടർ വാല്യൂഡ് ആണ്. ദെൻ പർച്ചേസസ് ആൻഡ് സെയിൽസ് ഉണ്ട് 56,500ഉം 1 lakhഉം. റിട്ടേൺസ് ഉണ്ട് നോക്കി, ഡെബിറ്റിൽ തന്നിരിക്കുന്നു 8,000, ക്രെഡിറ്റിൽ തന്നിരിക്കുന്നു 1,500. ഡെബിറ്റിൽ തന്നിരിക്കുന്നത് സെയിൽസ് റിട്ടേൺ ആണ്, അഥവാ റിട്ടേൺ ഇൻവേർട്സ് ആണ്. ക്രെഡിറ്റിൽ തന്നിരിക്കുന്നത് പർച്ചേസ് റിട്ടേൺസ് ആണ്. ദെൻ ക്യാരേജ് ഉണ്ട്. ക്യാരേജ് നമുക്ക് either നമുക്കത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാം. നോർമലി ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റം ആയിട്ടാണ് എടുക്കാറ്, കാരണം അതിനെ ക്യാരേജ് ഇൻവേർട്സ് ആയിട്ട് അസ്യൂം ചെയ്യാണ് പതിവ്. അല്ലെങ്കിൽ either പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എടുക്കാം.
രണ്ടുമാവാം. ക്യാരേജ് എന്ന് ഡെഫിനിറ്റ് ആയിട്ട് പറയാത്തതുകൊണ്ട്, ഇൻവേർഡ്സ് ആണോ ഔട്ട്വേർഡ്സ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് പറയാത്തതുകൊണ്ട് എങ്ങനെ അസ്യൂം ചെയ്താലും അതൊരു തെറ്റല്ല. ദെൻ അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ക്യാരേജ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, അതായത് 9,000 പ്ലസ് 1,000. പർച്ചേസസ് 56,500 ലെസ് റിട്ടേൺസ് 1,500. സെയിൽസ് 1 lakh ലെസ് റിട്ടേൺസ് 8,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തരിക. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 8,750. നോക്കൂ, ഇനി നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കൂടുതലുള്ള സൈഡ്, ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നതെന്ന് നോക്കുക. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. സെയിം ഫിഗർ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതി എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 35,750. ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എമൗണ്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ബ്രോഡ് ഡൗൺ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 35,750 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് എഴുതാം. ആദ്യം ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസോ ലോസസോ ഏതൊക്കെയെന്ന് നോക്കാം. ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കുക, എഴുതുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ട് എത്രയാണെന്ന്. ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ട് 900 ആണ്. അപ്പൊ നമ്മളത് എഴുതാം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 600 പ്ലസ് ന്യൂ പ്രൊവിഷൻ ലെസ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ 900. Interest on loan 200 rupees. ലോണിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 200 rupees. Then next ഇതൊക്കെ അസറ്റുകളാണ്. ബാഡ് ഡെപ്റ്റ് ഇപ്പൊ നമ്മൾ എഴുതി. പർച്ചേസ് ആൻഡ് സെയിൽസ്. ക്യാരേജ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്. 5,500. ക്യാരേജ് 5,500. Then office and general expenses 15,000. Office and general expenses 15,000. Office and general expenses 15,000. ഇപ്പൊ ക്യാരേജ് ആയി, ഓഫീസ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആയി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയി. അഡ്വർടൈസിംഗ് 3,500. അഡ്വർടൈസിംഗ് 3,500. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 380. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് 2% 380. ഇത് കണ്ടുപിടിക്കുന്നത് മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഡിപ്രിസിയേറ്റ് ഡെലിവറി വാൻ ബൈ 20%. അപ്പൊ ഡെലിവറി വാന്റെ എമൗണ്ട് നോക്കുക. 10,000. 10,000ന്റെ 20% ആണ് ഡിപ്രിസിയേഷൻ. That is equal to 2,000. 20% of 10,000, that is equal to 2,000. Then interest on capital. The provide interest on capital 10%, charge interest on loans 5%. അപ്പൊ ക്യാപിറ്റലിന്റെ 10%, ക്യാപിറ്റൽ 30,000 ആണ്. അതിന്റെ 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 30,000ന്റെ 10% അഥവാ 30,000 into 10 divided by 100, that is equal to 3,000. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടി ഉണ്ട്, റെന്റ്. നോക്കൂ, റെന്റ് 3,400 എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൂടെ ഡെബിറ്റ് ചെയ്യുക. റെന്റ് 3,400. ഇപ്പൊ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് ആണ്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് ഇൻകം ആണ് 300. ക്രെഡിറ്റ് സൈഡ് ആണ്. റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് 300. ഇനി നമുക്ക് 2 ഐറ്റം ആണുള്ളത്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആന്റിസിപ്പേറ്റഡ് ഇൻകം ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി ഡിസ്കൗണ്ട് 500 ഉണ്ട്. ഓൾറെഡി ഡിസ്കൗണ്ട് 500 ഉണ്ട്. അപ്പൊ ആന്റിസിപ്പേറ്റഡ് ഇൻകം ആ പ്രൊവിഷനും കൂടെ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓൾറെഡി 500 ആണ് ഡിസ്കൗണ്ട്. അതിന്റെ കൂടെ പ്രൊവിഷൻ 210. അതായത് ക്രെഡിറ്റേഴ്സിന്റെ 2%. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് 10,500. അപ്പൊ 10,500ന്റെ 2% ആണ് 210.
അപ്പോൾ 710 വരും, അതായത് 500 plus 210 that is equal to 710 ആണ് ഡിസ്കൗണ്ട്. Then interest on drawings, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 5%. അപ്പൊ ഡ്രോയിങ്സ് എത്രയാന്ന് നോക്കുക, അതിന്റെ 5% ആണ് ഇൻട്രസ്റ്റ്. ഡ്രോയിങ്സ് 5000, അതിന്റെ 5% ഇൻട്രസ്റ്റ്. 5000 into 5 divided by 100 that is equal to 250. ഇതിന്റെ ടോട്ടൽ ഇവിടെ ടോട്ടൽ ചെയ്തപ്പോഴും ആ സെയിം മിസ്റ്റേക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതിന്റെ 37,010 ആണ് വരിക. അപ്പൊ ആ 37 രണ്ട് സൈഡും നമ്മൾ ആഡ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വരുന്ന സൈഡാണ് നമ്മൾ എഴുതേണ്ടുന്നത്. അപ്പൊ 37,010 ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ആ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 3,130 കിട്ടും. ദെൻ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 30th June 2014. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ്സ് ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലയബിലിറ്റി സൈഡ്. കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് ആദ്യം എഴുതുന്നു, അതിനുശേഷം ഫിക്സഡ് അസറ്റ് എഴുതുന്നു. ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആദ്യം എഴുതുന്നു, അതിനുശേഷം ലോങ് ടേം ലയബിലിറ്റീസ്, ദെൻ ക്യാപിറ്റൽ. അങ്ങനെയാണ് സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം അസറ്റ് സൈഡ് നോക്കാം. ക്വസ്റ്റ്യനിലെ അസറ്റ് ഏറ്റവും കറണ്ട് ആയിട്ട് ഏറ്റവും ലിക്വിഡ് ആയിട്ട് വരുന്നത് ക്യാഷ് ആണ്. ക്യാഷോ ക്യാഷ് അറ്റ് ബാങ്കോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ട് വരുന്ന ഐറ്റംസ്. അപ്പൊ ഇത് ക്യാഷ് ഉണ്ട് 2000, ദെൻ ബാങ്ക് ഉണ്ട് 500. ക്യാഷ് 2000, ബാങ്ക് 500. ബാങ്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡ് 2000, ക്യാഷ് അറ്റ് ബാങ്ക് 500. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 8,750. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 20,000 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഡിഡക്ട് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡിഡക്ട് ചെയ്യണം. അപ്പൊ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു 1,000 ആണ്, അത് ഡിഡക്ട് ചെയ്യുമ്പോൾ 19,000. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു 380. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്തത് 1,000, അതായത് ഡെപ്റ്റേഴ്സിന്റെ 5%. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു 380. ഇത് രണ്ടും നമ്മൾ ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഡെപ്റ്റേഴ്സിൽ നിന്നും 5% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ദെൻ ഡിഡക്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ദെൻ വി വിൽ ഗെറ്റ് 18,620. ദെൻ അടുത്തത് ബിൽസ് റിസീവബിൾ. നമുക്ക് നോക്കാം അസറ്റ് ഏതൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ബിൽസ് റിസീവബിൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഏറ്റവും കറണ്ട് അസറ്റ്സ് ആണ് നമ്മൾ ആദ്യം എഴുതുക. അപ്പോ ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ 6,000, ബിൽസ് പേയബിൾ 2,000. സോ ബിൽസ് റിസീവബിൾ 6,000. ഇനി വീണ്ടും ഏതൊക്കെ അസറ്റ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇനി വരുന്ന അസറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ ഡെലിവറി വാൻ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ഡെലിവറി വാൻ 10,000 ആണ്. നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യണം. ഡിപ്രിസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്യണം. അസറ്റിന്റെ വാല്യൂവിൽ നിന്നും ഡിപ്രിസിയേഷൻ ഡിഡക്ട് ചെയ്യണം. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട് 9,800. വേറെ ഫിക്സഡ് അസറ്റ്സ് ഒന്നും നമുക്കില്ല. നമുക്ക് അത് രണ്ടും നോക്കാം. ഡെലിവറി വാൻ 10,000 ലെസ് ഡിപ്രിസിയേഷൻ 2,000 that is equal to 8,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 9,800. ഇനി ലയബിലിറ്റി സൈഡ്. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഏതെല്ലാം കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആദ്യം റെക്കോർഡ് ചെയ്യാം. സോ ഇവിടെ ഓരോ ഐറ്റംസ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് 10,500. ദെൻ ലോൺ ഉണ്ട് 9,500 ലോൺ എമൗണ്ട് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ലയബിലിറ്റീസ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ്. ദെൻ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ക്രെഡിറ്റേഴ്സിന്റെ പ്രൊവിഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, ക്രെഡിറ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. അപ്പൊ 2% ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ക്രെഡിറ്റേഴ്സ് 10,500 ലെസ് 2%. ദാറ്റ് ഈസ് ഈക്വൽ ടു 10,290. ദെൻ ലോണ് 9,500. ഇനി നമ്മളോട് ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും നമ്മൾ നേരത്തെ കണ്ടിരുന്നു.
ബിൽ റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ഇതിൽ ബിൽസ് പേയബിൾ 2000 ലയബിലിറ്റി ആണ്. സോ ബിൽസ് പേയബിൾ 2000. ഇനി വേറെ ഐറ്റംസ് ഒന്നുമില്ല, ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം. നോർമലി നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ഡിഡക്ട് ചെയ്യണം. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അതുകൂടാതെ അണ്ടർകാസ്റ്റിംഗ് ഓഫ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഇതൊക്കെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഐറ്റമാണ്. അപ്പൊ ക്യാപിറ്റൽ 30,000. ദെൻ അണ്ടർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അണ്ടർകാസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെയും ക്യാപിറ്റലിന്റെ കൂടെയും ആഡ് ചെയ്യണം. അപ്പൊ അണ്ടർകാസ്റ്റിംഗ് എമൗണ്ട് 1000 ആയിരുന്നു, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1000 is to be added to opening stock and capital. 10,000 minus 9,000 that is equal to 1,000 ആണ് undervalued amount. അപ്പൊ ആ എമൗണ്ട് നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. Then add interest on capital. 30,000 10% 3,000. Then add net profit. നമ്മളിവിടെ net profit കണ്ടുപിടിച്ചിട്ടുണ്ട് 3,130. So ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 37,130 കിട്ടും. Then less drawings. Drawings 5,000 ആണ്. Then interest on drawings 250. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് 31,880 കിട്ടും. സോ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 53,670. സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.